Hello friends, welcome to my channel Bro Daddy. Today I am going to show you how to make a drink called Whiskey Sour. Whiskey drinkers ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഡ്രിങ്ക് റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. 1862 ജെറി തോമസ് എന്നൊരു ബാർട്ടൻഡറാണ് ഈ ഒരു റെസിപ്പി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പണ്ട് കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകളും ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാം. എന്തായാലും എങ്ങനെയാണ് ഒരു അടിപൊളി വിസ്കി സവർ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ബർബൺ വിസ്കിയാണ്, പിന്നെ ബിറ്റേഴ്സ്, പിന്നെ കുറച്ച് സിമ്പിൾ സിറപ്പ്, ലൈം ജ്യൂസ്, പിന്നെ നമ്മളുടെ മുട്ട എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിക്കില്ല, ഇതിന്റെ എഗ് വൈറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വിസ്കി സവർ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ബർബൺ വിസ്കിയാണ്. ഒരു 2 ounce ബർബൺ വിസ്കി, പിന്നെ ഒരു 1/2 ounce സിമ്പിൾ സിറപ്പ്, ലിറ്റിൽ മോർ ദാൻ 1/2 ounce സിമ്പിൾ സിറപ്പ്, പിന്നെ അതിലോട്ട് ഒരു ഡാഷ് ഓഫ് ബിറ്റേഴ്സ്, നമുക്കൊരു ലെമൺ സ്ക്യൂസ് ചെയ്യാം, ഒരു 1/2 piece ഓഫ് ലെമൺ, 1/2 ounce. വൺസ് അതെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മളുടെ മുട്ട, ഇതിന്റെ വൈറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലോട്ട് പൊട്ടിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ യെല്ലോ വീഴാതെ നോക്കണം. അപ്പോൾ അതിന്റെ വൈറ്റ് നമുക്ക് എടുക്കാം, അതൊരു 1/2 ounce. വൺസ് ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ഷേക്ക് ചെയ്തെടുക്കാം. ഒരു 10 to 12 seconds നന്നായി ഡ്രൈ ഷേക്ക് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ഫിൽ ചെയ്യാം. ഐസ് ഫിൽ ചെയ്യുന്ന ശേഷം ഒന്നുകൂടി ഒരു 10 to 15 seconds നന്നായിട്ട് മിക്സ് ചെയ്യാം. വൺസ് എല്ലാം ഒന്ന് നന്നായി ഷേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് വയ്ക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ഐസൊക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് സുഹൃത്തുക്കളെ, വിസ്കി സവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഡ്രിങ്ക് റെസിപ്പികളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. So please like and share and subscribe my channel. Thank you.